ഹലോ പീപ്പിൾ, അപ്പോൾ ഇന്ന് എൻ്റെ വീക്ക് ഓഫിൻ്റെ സെക്കൻഡ് ഡേ ആയിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു റൂമിലേക്ക് ആവശ്യമുള്ള മന്ത്ലി ഗ്രോസറി ഷോപ്പിങ്ങിന് പോകാമെന്ന്. ബിക്കോസ് ഞങ്ങളൊരു 1 BHK സ്റ്റേ ചെയ്യുന്നത്. അപ്പം എവറി മന്ത് ഞങ്ങളിങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ റൂമിലോട്ട് ആവശ്യമുള്ള ഗ്രോസറീസൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കുമായിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് യലങ്ക പോയതാണ്. ഫസ്റ്റ് നമ്മൾക്കൊരു ലിപ്സ്റ്റിക്ക് വാങ്ങിക്കണമായിരുന്നു. എപ്പോഴും യൂസ് ചെയ്യുന്ന ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ അധികം സമയമൊന്നും എടുത്തില്ല. അവിടെ പോയി പെട്ടെന്ന് ആ സാധനം കളക്ട് ചെയ്തു, ഞങ്ങൾ ബില്ല് ചെയ്തു, അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ 1-2 പരിപാടി കൂടി ഉണ്ടായിരുന്നു. പെട്ടെന്ന് വാഷ്റൂമിലൊക്കെ പോയിട്ട് ഒന്ന് ക്വിക്കായിട്ട് ഔട്ട്ഫിറ്റ് ചെക്ക്, അത് മാൻഡേറ്ററി ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഫുഡ് കഴിക്കാൻ പോകാമെന്ന്. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഗ്രോസറി ഷോപ്പിംഗ് മേടിക്കാമെന്ന്. ബിക്കോസ് സാധനങ്ങളും കൊണ്ട് നടക്കേണ്ട ആവശ്യമില്ലല്ലോ ഫുഡ് കഴിക്കാൻ. ഇതാണ് ഞങ്ങൾ കഴിച്ചത്. ഫ്രൈഡ് ചിക്കൻ ആയിരുന്നു ഉദ്ദേശമെങ്കിലും എല്ലാത്തിലും സോസൊക്കെ ആയിട്ട് വലിയ രസം ഉണ്ടായിരുന്നില്ല. മീൻസ് ആ മിഡിൽ വൺ അത്ര കൊള്ളൂലായിരുന്നു. അത് കഴിഞ്ഞ് ഹാൻഡ് വാഷൊക്കെ ചെയ്തിട്ട് ഞങ്ങൾ ഗ്രോസറി ഷോപ്പിങ്ങിന് ഇറങ്ങി. ആ ഒരു ട്രോളി നിറച്ചും ഞങ്ങൾ സാധനങ്ങൾ എടുത്തായിരുന്നു. ഇതിൻ്റെ ഇടയിൽ ലച്ചു അവിടെയുള്ളൊരു ഫോറിനർക്ക് കാപ്പിപ്പൊടി സെലക്ട് ചെയ്ത് കൊടുക്കുന്ന സീനാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അങ്ങനെ ഞങ്ങൾ സാധനങ്ങൾ മേടിച്ച് ബില്ല് ചെയ്ത് ഇറങ്ങി. ആ ബില്ല് ചെയ്തതിൻ്റെയാണ് ആ മുഖത്ത് കാണുന്ന സന്തോഷം. അങ്ങനെ ഞങ്ങൾ സ്കൂട്ടിയൊക്കെ എടുത്ത് തിരിച്ചു പോയി. ആ സ്കൂട്ടി ഉള്ളതുകൊണ്ട് ഭയങ്കര കൺവീനിയൻ്റ് ആയിരുന്നു ഈ വീക്കത്തെ ഗ്രോസറി ഷോപ്പിംഗ്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ബാംഗ്ലൂരിലെ ക്ലൈമറ്റിൻ്റെ സ്വിച്ച് എങ്ങനെയാണെന്നുള്ളത്. ഇപ്പം ഭയങ്കര ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് നല്ല ക്ലിയർ സ്കൈയും നല്ല ക്ലൈമറ്റൊക്കെ ആയിരുന്നു. ആ ഒരു പെട്ടെന്നൊരു മൊമെൻ്റ് കൊണ്ട് ഭയങ്കര മഴയായി, നല്ല മഴയായിരുന്നു. ഞങ്ങൾക്ക് ഫേസിലോട്ടൊക്കെ ഭയങ്കരമായിട്ട് വെള്ളം വന്ന് ഡിസ്റ്റർബിങ് ആവുമായിരുന്നു. പിന്നെ ഞങ്ങൾ 2 പേരും വെള്ള കുപ്പായൊക്കെ ഇട്ട് നനഞ്ഞ കോളമായിട്ടാണ് തിരിച്ച് റൂമെത്തി. ദാറ്റ്സ് ഇറ്റ്. ബൈ ബൈ.